വെള്ളം ദാ ഇതുപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അന്നേരം ഇതുപോലെ ആയി വരും. ആ മാങ്ങ നമുക്ക് കണ്ടില്ലേ ഈ ഒരു ഈ ഒരു കളറിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഭരണിയിലേക്ക് നമുക്കത് എണ്ണ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇറ്റിച്ചിട്ട് നമുക്കൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് തൂത്തിട്ട് ആ ഭരണിയിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയില്ല, സാധാ വെളിച്ചെണ്ണ നമുക്ക് പുരട്ടിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ തിളപ്പിച്ച് വെച്ച ഉപ്പ് വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ആഡ് ചെയ്ത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോഴത്തേനും നമുക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കയ്യിലൊരു ഇത്തിരി നമുക്ക് കടുകെണ്ണ പുരട്ടിയിട്ട് ചുറ്റും ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിവെക്കാം കേട്ടോ. ഇത് 1 വർഷം വരെ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു മാങ്ങയാണ് കേട്ടോ നമ്മൾ ഉപ്പിലിട്ടത്. അപ്പോൾ ഇത് നമുക്ക് ഏത് കാലത്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം റബ്ബർ ഇട്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം എയർ കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് കവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡും കൂടെ വെച്ച് നല്ലതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാമേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.